സബലയാത്ര നാലാമിടം. കാഴ്ച. യേശുവിൻ്റെ സബലയാത്ര മുന്നോട്ട് നീങ്ങുമ്പോൾ ഇടയ്ക്ക് രണ്ടുപേർ തമ്മിൽ കണ്ടുമുട്ടുന്നു. അവരുടെ കാഴ്ച നമ്മളെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ട്. ആബേലച്ചൻ എഴുതിയതുപോലെ കവിഞ്ഞൊഴുകുന്ന 4 കണ്ണുകൾ, വിങ്ങിപ്പൊട്ടുന്ന 2 ഹൃദയങ്ങൾ. ഇത് ആദ്യ വായനയിൽ അങ്ങനെ തോന്നുമെങ്കിലും അതിൻ്റെ ആന്തരാർത്ഥം നമ്മൾ വായിച്ചെടുക്കുമ്പോൾ മനസ്സിലാക്കുന്നു ഇതിനൊരു പൂർവകാല സ്മൃതിയുണ്ട്. കണ്ടുമുട്ടിയത് ആദ്യ മാതാപിതാക്കളുടെ പാപം നിമിത്തം മനുഷ്യകുലത്തെ ശിക്ഷയ്ക്ക് വിധിക്കുമ്പോൾ നിന്റെ സന്തതിയും അവൻ്റെ സന്തതിയും തമ്മിൽ ഞാൻ ശത്രുത ഉളവാക്കും. അവൻ്റെ സന്തതി നിന്റെ സന്തതിയുടെ കുതികാൽ തകർക്കും, നിന്റെ സന്തതി അവൻ്റെ തല തകർക്കും എന്നുള്ള ആദ്യ സുവിശേഷ ഭാഗം, ആദ്യത്തെ വാഗ്ദാനം ഇവിടെ പൂർത്തീകരിക്കുകയാണ്. ആദ്യ മാതാപിതാക്കളുടെ പാപം നിമിത്തം ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യരെ തിരിച്ചു കൊണ്ടുവരുവാൻ വന്നവൻ ആ മാതാവിനെ, ആ സ്ത്രീയെ ഇതാ ഇവിടെ വെച്ച് കണ്ടുമുട്ടുന്നു. അവർ തമ്മിൽ നോക്കുമ്പോൾ ചരിത്രം തമ്മിൽ പരസ്പരം നോക്കുകയാണ്. നമ്മൾ സാധാരണ വിചാരിക്കുന്നു അവൾ നോക്കുമ്പോൾ അവളുടെ മിഴികൾ അവൻ്റെ മുറിവുകളെ തലോടുന്നുവെന്ന്. കാവ്യാത്മകമായി അത് ശരിയാണ്. പക്ഷേ അവൾ നോക്കുമ്പോൾ, അവൻ്റെ മുറിവുകളിലേക്ക് നോക്കുമ്പോൾ അവൾ തിരിച്ചറിയുന്നു അത് ആദി മാതാവിൻ്റെ പാപത്തിൻ്റെ മുറിവിനെ അവൻ കരുണയോടെ നോക്കുന്നതാണ് എന്ന്. അവൻ്റെ ചോരയിൽ ആ മുറിവുകൾ കഴുകപ്പെടുന്നു. ആ കാഴ്ച രക്ഷാകരമായി മാറുന്നു. അവർ അങ്ങനെ കണ്ടുമുട്ടുമ്പോൾ അത് ചരിത്രത്തിൻ്റെ നിയോഗമായി, നിമിത്തമായി മാറുന്നു. ദൈവമേ, ആദി മാതാപിതാക്കളുടെ പാപത്തിൻ്റെ മുറിവിന്മേൽ അവൻ കരുണാർദ്രമായി നോക്കുന്ന നോട്ടമാണ് ഈ ഇടത്ത് നാം ദർശിക്കുന്നത്. അങ്ങനെയെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ മുറിവുകളിന്മേൽ, പാപത്തിൻ്റെ മുറിവുകളിന്മേൽ ദൈവം ഒന്ന് തിരിഞ്ഞു നോക്കുന്നു. ആ തിരിഞ്ഞു നോക്കലുകൾ വളരെ ശക്തമാണ്. ചരിത്രത്തിലേക്കുള്ള നോട്ടമാണത്. അത് അങ്ങനെ നോക്കുമ്പോൾ ചിലരൊക്കെ ആ നോട്ടത്തെ തിരിച്ചറിയുന്നു. പരിശുദ്ധ അമ്മയ്ക്ക് മനസ്സിലാകുന്നു അവൻ അമ്മയായി എന്നെ നോക്കുന്നതിനോടൊപ്പം തന്നെ എൻ്റെ ഭൂതകാലത്തിൻ്റെ ചരിത്രം മുഴുവൻ അവൻ്റെ ഉള്ളിലേക്ക് കടന്നു വരുന്നുണ്ട്. അന്ന് ഏദൻ തോട്ടത്തിൽ നിന്ന് ആരംഭിക്കുന്ന വീഴ്ച മുതൽ ഇന്നേ വരെയുള്ള എല്ലാ സ്ത്രീകളുടെയും കണ്ണിലൂടെയാണ് അവൻ നോക്കുന്നത്. ആ കണ്ണുകളിലേക്ക് കരുണയോടെ അവൻ നോക്കുന്നു. അത്തരമൊരു നോട്ടം കുരിശിൻ്റെ വഴി എന്ന് വിളിക്കപ്പെടുന്ന ഈ സബലയാത്രയിലും നാം കാണുന്നുണ്ട്. 3 തൻ്റെ ഗുരുവിനെ തള്ളിപ്പറഞ്ഞ് കോഴി കൂവുന്നതിനു മുൻപ് തള്ളിപ്പറയുമെന്ന പ്രവചനമുണ്ടായിട്ടുകൂടി, മുന്നറിയിപ്പുണ്ടായിട്ടുകൂടി അതിനെ മറന്നുപോയ ഒരു ശിഷ്യൻ പത്രോസ്, അവനെ യേശുനാഥനൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അവൻ്റെ മുറിവുകൾ പൂക്കുന്നു, അവൻ്റെ കണ്ണ് നിറയുന്നു. ആ നിറഞ്ഞൊഴുകുന്ന കണ്ണുകളിൽ അവൻ രക്ഷയുടെ മഴവില്ല് സ്വപ്നം കാണുന്നു. അവൻ്റെ കാഴ്ചയൊക്കെ രക്ഷയുടെ മഴവില്ലായി കണ്ണുനീരിൻ്റെ അറ്റത്ത്, ആ തുള്ളിയുടെ അറ്റത്ത് തെളിഞ്ഞു നിൽക്കുക തന്നെ ചെയ്യും. രക്ഷയുടെ മഴവില്ല് തെളിഞ്ഞു നിൽക്കുന്ന കൂടിക്കാഴ്ചയാണ് ഈ നാലാമിടം.